നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പറഞ്ഞ ഇപ്പോൾ വന്നൊരു വാർത്തയിലേക്ക് പത്മജ വേണുഗോപാൽ, മുൻ കോൺഗ്രസ് നേതാവും കേരളത്തിൽ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന കേരളത്തിലെ ലീഡർ എന്നറിയപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ അത് കെ കരുണാകരനാണ്. അദ്ദേഹത്തിന്റെ മകളുമായിരുന്ന പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേരുകയും ഇപ്പോൾ അവർക്ക് ഒരു പ്രത്യേക സ്ഥാനം BJP നൽകാൻ പ്ലാൻ ഇടുന്നുണ്ട്. ITDC-യുടെ അധ്യക്ഷ പദവി അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ പലരും പറയുന്നത് നേരത്തെ ഗവർണർ സ്ഥാനമാണല്ലോ വാഗ്ദാനം ചെയ്തിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പത്മജ വേണുഗോപാൽ കോൺഗ്രസിൽ അസംതൃപ്തയായിട്ടാണ് BJP-യിലേക്ക് ചേരുന്നത്. അപ്പോൾ BJP ഇപ്പോൾ അവർക്ക് സ്ഥാനം കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ച നിരവധി ആൾക്കാർ BJP-യിൽ തന്നെ ഉണ്ട് എന്നിരിക്കെ പത്മജ കോൺഗ്രസ് 2 തവണ ഇലക്ഷന് സ്ഥാനാർത്ഥിക്കാൻ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവർ വിജയിച്ചില്ല. അതിൽ ഇപ്പോൾ വിജയിച്ച് അവരുടെ പിന്നിൽ കുറേ അണികളുണ്ട്. അങ്ങനെ ഉള്ള ഒരാളെയാണ് BJP സ്വീകരിച്ച് ഇത്തരം സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് BJP-ക്ക് ബെനിഫിറ്റ് ഉണ്ടാകും എന്നുറപ്പാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ പത്മജയെ പോലൊരാളെ BJP ഇത്രയധികം സ്ഥാനങ്ങളൊക്കെ കൊടുത്ത് പരിഗണിക്കുന്നതിൽ ശരിക്കും അത് BJP-യിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ കാരണമാവില്ലേ? അല്ല, യഥാർത്ഥത്തിൽ BJP എന്ന് പറയുന്ന ഒരു പാർട്ടി വളരെ സ്ഥാനമാനങ്ങൾക്കപ്പുറത്തേക്ക് അവരുടെ ആശയങ്ങൾ വളരെ ഫലപ്രദമായി നടപ്പിലാക്കണം, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് എല്ലാം ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന അണികളും അതോടൊപ്പമുള്ള ഒരു ആശയവും അതിനെ നിയന്ത്രിക്കുന്ന RSS എന്ന് പറയുന്ന ഒരു സംവിധാനമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയാണ് BJP എന്ന് പറയുന്നത്. ഇവിടെ ചില സംസ്ഥാനങ്ങളിൽ ചില രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അതിൽ ചിലപ്പോൾ ചില BJP അണികൾക്കെങ്കിലും ചിലപ്പോൾ ചെറിയ ഈ പറഞ്ഞതുപോലെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഭൂരിഭാഗത്തിനും അത്തരം അസ്വസ്ഥതകൾ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം പത്മജ വേണുഗോപാലിനെ കോൺഗ്രസ് പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്ങനെയാണ് പത്മജ പരാജയപ്പെട്ടത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പലപ്പോഴും പത്മജ വേണുഗോപാൽ ജയത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അവരെ കാല് വാരിയത് കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നാണ് അവർ ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ അവർ ആരോപിക്കുന്നത്. ഇത് തന്നെയാണ് മറ്റ് പല സമയങ്ങളിലും പല അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട്, ഇപ്പം ഏറ്റവും ഒടുവിൽ കെ മുരളീധരൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും പറയുന്നത് കോൺഗ്രസ്സുകാർ കാലുവാരി എന്നാണ് പറയുന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ കാല് വാരിയാലും വാരിയില്ലെങ്കിലും അവിടെ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പത്മജ വേണുഗോപാലിനെ പലപ്പോഴായിട്ട് കോൺഗ്രസിൻ്റെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് കാല് വാരിയിട്ടുണ്ട് എന്നാണ് പല വിധത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ ഈ ജയസാധ്യതയില്ലാത്ത സീറ്റ് കൊടുക്കുക, അവിടെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് ഇടതുപക്ഷം അവിടെ പത്മജ മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് കരുത്തനായ സ്ഥാനാർത്ഥി ഇറക്കുക, ഇത്തരത്തിലുള്ള ചില പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ, പൊളിറ്റിക്കൽ അലയൻസുകൾ, രഹസ്യമായ കാര്യങ്ങളൊക്കെ പത്മജക്കെതിരെ നടന്നിട്ടുണ്ട് എന്നാണ് ഈ പരാതിയായിട്ട് വരുന്നത്. പിന്നെ പലതരത്തിലുള്ള ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതിലേക്കൊന്നും പരിഗണിക്കാതെ ഇരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. KTDC-യുടെ ചെയർപേഴ്സൺ ആയിരുന്നല്ലോ പത്മജ, കോൺഗ്രസിലായിരുന്ന സമയത്ത് KTDC-യുടെ ചെയർപേഴ്സൺ ആയി എന്നുള്ളത് ഒഴികെ വേറെ മറ്റു പല പ്രധാനപ്പെട്ട തസ്തികകൾ ഉണ്ടായിട്ടും അതിലേക്ക് പരിഗണിക്കാതെ ഇരുന്നിരുന്നു പത്മജ എന്നാണ് യാഥാർത്ഥ്യം. കാരണം പത്മജയെ പോലൊരാൾ, കെ മുരളീധരൻ്റെ പെങ്ങൾ അല്ലെങ്കിൽ കെ കരുണാകരൻ്റെ മകൾ, ഇവരുടെ ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് ഇവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു സ്വാധീനം തൃശ്ശൂരിൽ വല്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകിൽ കുറേയധികം ഈ ലീഡറോട് അനുഭാവമുള്ള കുറേ കോൺഗ്രസ് പ്രവർത്തകർ ഈ പത്മജയോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ പിന്നീട് പത്മജ വല്ലാതെ തഴയപ്പെട്ടു എന്ന് പത്മജയ്ക്ക് തന്നെ തോന്നുന്നൊരവസ്ഥയുണ്ടായി. കെ മുരളീധരൻ എന്ന് പറയുന്നത് ഒരു ഒരു നല്ല ലീഡർ ആയി നിൽക്കാൻ കഴിവുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെതായ ഒരു കൃത്യമായ കഴിവുണ്ട്. ആ കഴിവിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നുള്ളത് കെ മുരളീധരനെ വ്യക്തമായി അറിയുന്നത് കൊണ്ട് കെ മുരളീധരൻ്റെ നാക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ചില സമയത്ത് അനുഗ്രഹവും ചില സമയത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ വല്ലാത്ത പ്രയാസത്തിലേക്കും പോകുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയാത്ത നേതാവാണ് കെ മുരളീധരൻ. അതല്ല, പത്മജ BJP-യിലേക്ക് വന്ന സമയത്ത് മുരളീധരന്റെ പ്രതികരണങ്ങൾ വളരെ മോശമായ രീതിയിലാണ് പത്മജയെ അദ്ദേഹം വിമർശിച്ചത്. അതെ, ബന്ധം സഹോദരിയാണെന്ന് നോക്കാതെ ആദ്യം വൈകാരികമായി പ്രതികരിക്കുകയും അങ്ങനെ പ്രതികരിക്കാൻ മാത്രം BJP എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ചെന്ന് കയറാൻ കൊള്ളാത്ത ഒരിടമായിട്ട് അങ്ങനെ ഒരു ഇംപ്രഷനാണ് അതിലൂടെ വരുത്തി തീർത്തത്. തീർച്ചയായിട്ടും. അല്ല, ആദ്യം ഈ പറഞ്ഞതുപോലെ കെ മുരളീധരൻ വൈകാരികമായിട്ട് പ്രതികരിച്ചു, പിന്നീട് വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലോട്ട് പോയി. ഈ പറയുന്ന പോലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് പത്മജ വേണുഗോപാലിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കയറി അവരെ വല്ലാത്ത വിധത്തിൽ തേജോവധം ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അവിടെ പക്ഷേ എന്ത് ചെയ്തു, BJP-യുടെ സൈബർ ടീം പ്രവർത്തിച്ചു. ഒരുപാട് ആളുകൾ അവിടെ കയറി ഈ പറയുന്ന അവരെ അധിക്ഷേപിക്കാൻ വന്ന സൈബർ അണികൾക്ക് നല്ല
മറുപടി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ, കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുടെയും പ്രൊഫൈലുകളിൽ വലിയ സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ താനെ ഈ പത്മജ വേണുഗോപാലിനെതിരെയുള്ള ആക്രമണം അവിടെ നിർത്തി എന്നുള്ളതാണ്. അതാണ് ബി ജെ പിൻ്റെ ഒരു സംരക്ഷണം എന്ന് പറയുന്നത്. ബി ജെ പി ഏതറ്റം വരെയും പോയി അവരിലേക്ക് വന്ന ആളുകളെ സംരക്ഷിക്കുന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവിടെ ഒരുപാട് കാലമായി, ഇപ്പം പത്മജ വേണുഗോപാൽ ബി ജെ പി പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾക്ക് വെച്ചിട്ടുള്ള വാഗ്ദാനം എന്ന് പറഞ്ഞപ്പോൾ, ഒരു വാഗ്ദാനവും എനിക്ക് തന്നിട്ടില്ല, ഞാൻ എൻ്റെ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഞാൻ ബി ജെ പിയിലേക്ക് പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഇത്രയും കാലമായിട്ടും പത്മജയ്ക്ക് ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ ദിവസം ചില ചാനലുകളൊക്കെ വളരെ എക്സ്ക്ലൂസീവായി ഒരു വാർത്ത വന്നു. അതായത് ഡൽഹിയിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർ സ്ഥാനത്തേക്ക് പത്മജ വേണുഗോപാലിനെ പരിഗണിക്കുന്നു. ഇത് വലിയ കാര്യമാണ്. അതായത് ലെഫ്റ്റനൻറ്റ് ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു വാർത്തയായിരുന്നു വന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് അത് ലെഫ്റ്റനൻറ്റ് ഗവർണർ സ്ഥാനത്തേക്കല്ല, ITDCയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കാണ് ഈ പറയുന്ന പോലെ പത്മജ വേണുഗോപാലിനെ പരിഗണിച്ചിരിക്കുന്നത്. ITDC എന്ന് പറയുമ്പോൾ കേരളത്തിൽ KTDC ഉണ്ട്, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഇന്ത്യ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ് ഈ പറയുന്ന പോലെ ITDC. അതിലൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഈ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു വന്ന സുരേഷ് ഗോപി കേന്ദ്രത്തിൽ ടൂറിസം വകുപ്പിൻ്റെ സഹമന്ത്രി കൂടിയാണ്. അത് നമ്മൾ കാണണം. അപ്പം ഇതിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. കാരണം സുരേഷ് ഗോപിയും ഈ കരുണാകരൻ്റെ കുടുംബവും തമ്മിലുള്ള ആത്മബന്ധം അത് വളരെ വൈകാരികമായിട്ടുള്ള ആത്മബന്ധമാണ്. ഇപ്പം K. മുരളീധരനെ പോലും അദ്ദേഹം യാതൊരു വിധത്തിലും ഒരു മോശം വാക്കുകൊണ്ടും അദ്ദേഹം പറയാറില്ല. അപ്പോൾ പത്മജ വേണുഗോപാലുമായിട്ട് വലിയ വൈകാരികമായിട്ടുള്ള ബന്ധം നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് സുരേഷ് ഗോപി തന്നെ ആയിരിക്കാം ഈ ഒരു പദവി, ഇത്തരത്തിലൊരു പദവി പത്മജ വേണുഗോപാലിന് ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് നിസ്സംശയം പറയാം. പക്ഷെ അത് ഒരു തരത്തിൽ ഒരു ചോദ്യമുണ്ട്. അതായത് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയിട്ട് എന്ത് കിട്ടി എന്നൊരു ചോദ്യം ആളുകൾ സ്വാഭാവികമായും ചോദിച്ചേക്കാം. നിങ്ങളൊക്കെ എങ്ങനെ എത്ര ആൾ പോയി, ഇപ്പം പത്മജ വേണുഗോപാൽ പോയിട്ട് അവിടെ ഇരിക്കും, മറ്റവർ പോയിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് BJPക്ക് ഒരുപാട് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് BJP എന്ത് ചെയ്യുന്നത്, വളരെ നിർണായകമായ പദവികളിലേക്ക് BJPയിലേക്ക് എത്തുന്ന ആളുകളെ പരിഗണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടി ഉണ്ടല്ലോ, BDJS കുറേ കാലങ്ങളായി ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം അവരെയും പരിഗണിച്ചു, അവർക്കൊരു ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാലാരിവട്ടത്തെങ്ങാനാണ് അതിൻ്റെ ഒരു ഓഫീസ്, സ്പൈസസ് ബോർഡിൻ്റെ എങ്ങാൻ ചെയർപേഴ്സൺ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എല്ലാവരെയും അങ്ങനെ പരിഗണിക്കാൻ BJP കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തങ്ങൾക്ക് എന്ത് സ്ഥാനമാനം കിട്ടുമെന്ന് ജാതി മത രാഷ്ട്രീയ കക്ഷികൾ നോക്കുന്നതാണ്. ഇപ്പം ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പം ഈ സ്പൈസസ് ബോർഡിൻ്റെ ഒക്കെ ഒരു ചെയർമാൻ സ്ഥാനം അവർക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുരുമുളക് റബ്ബർ ബോർഡിൻ്റെ സ്ഥാനം കിട്ടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അതുപോലെ ഭരിക്കുന്ന പാർട്ടിയുടെ തണലിൽ നിന്നുകൊണ്ട് എന്ത് കിട്ടും? ഇപ്പം CPMൻ്റെ അടുത്തേക്ക് LDFിലെ ഘടകകക്ഷികൾ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഭരണം ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അതിലാരും ഉണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം. ഇപ്പം UDFിനൊപ്പം ലീഗ് ഉറച്ചു നിൽക്കുന്നത് പോലെ എല്ലാ കാലത്തും എല്ലാവരും ഉറച്ചു നിൽക്കണമെന്നില്ല. ഇപ്പം അത് ലീഗിൻ്റെ കാര്യം വേറൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇലക്ഷനോട് കൂടി ഏകദേശം തീരുമാനമാകും. അല്ലാതെ ഇപ്പോഴല്ല, കുറച്ച് നാളെ മുന്നേ മുതൽ അതിനുള്ള പോകണോ വേണ്ടയോ എന്നുള്ളൊരു സ്ഥിതി വിശേഷമാണ് ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ K. മുരളീധരൻ പത്മജയെ വിമർശിച്ചതിന് ഇപ്പോൾ കുണ്ഠിതപ്പെടുന്നുണ്ടാവും. എന്തുകൊണ്ടെന്നാൽ കോൺഗ്രസിനോടൊപ്പം അടിയുറച്ച് നിന്നൊരാൾ ആണ് K. മുരളീധരൻ എന്ന് പറയാൻ പറ്റില്ല. സ്വയം ഇത്തരത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ സ്വയം കോൺഗ്രസിനെ വിട്ടു പോകാൻ ഉള്ള ശ്രമങ്ങളൊക്കെ നടത്തിയ ഒരാൾ തന്നെയാണ് K. മുരളീധരൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ കരുതുന്നുണ്ടാവും, അന്ന് പപ്പിക്കുട്ടിയെ കുറ്റപ്പെടുത്തേണ്ടായിരുന്നു, പതിയെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു ചിന്ത തോന്നാതിരിക്കില്ല അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ K. മുരളീധരൻ്റെ മുന്നിൽ ഇനി എന്താണ് ഒരു മാർഗം എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിൽ മുഖ്യമന്ത്രിമാരാകാൻ നടക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്, കോൺഗ്രസിൽ ആഭ്യന്തരമന്ത്രിമാരാകാൻ നടക്കുന്ന ആൾക്കാർ വേറെയുണ്ട്. K. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പരിഗണിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് കൊടുത്തേക്കാം. അതുകൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെടേണ്ടി വരും എന്നുള്ളതാണ്. അല്ല പാർത്ഥ, അങ്ങനെ മന്ത്രിക്കുപ്പായം തയ്ച്ചു വയ്ക്കുന്നതിന് മുന്നേ കോൺഗ്രസ് ജയിക്കാൻ പാകത്തിന് അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ളത് എന്തെങ്കിലും നടക്കുന്നുണ്ടോ? സ്വപ്നം കാണാൻ അതിനുശേഷമല്ലേ കുപ്പായം തയ്ച്ചു വെക്കേണ്ടത്. ആദ്യം തെരഞ്ഞെടുപ്പിനെ ഒത്തൊരുമയോടെ നേരിടാൻ അവർ പഠിക്കണം, അത് കഴിഞ്ഞ് വിജയിക്കണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മന്ത്രിസ്ഥാനമൊക്കെ കിട്ടുന്നത്. ഇത് സത്യമാണ്. പക്ഷെ സ്വപ്നം കാണാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. വ്യാപകമായി സ്വപ്നം കാണുന്നുണ്ടല്ലോ. അടുത്തിട്ട് വർക്ക് നടപ്പിലാക്കാനോ കൃത്യമായ പൊളിറ്റിക്സ് പറയാനോ അല്ലല്ലോ കോൺഗ്രസ് ഒരിക്കലും ശ്രമിക്കാറുള്ളത്. കോൺഗ്രസ് ഇപ്പം ഏറ്റവും ഒടുവിലായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കാല് പോയി നക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാരണം
ഇന്ത്യയിൽ മതരാഷ്ട്രവാദം പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ പരസ്യമായി അവർക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് അവരെ പുകഴ്ത്തുന്ന ഒരു മതേതരത്വ പാർട്ടി എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പോകുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു അധപ്പതനം കേരളത്തിൽ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇവിടെ BJPയുടെ പ്രമുഖ നേതാവായിട്ടുള്ള സമ്പത്ത് പാത്ര, അദ്ദേഹമായിരുന്നു ഈ പറയുന്ന പോലെ എന്താണ് ഈ ITDCയുടെ ചെയർമാനായി നിന്നിരുന്നത്. അദ്ദേഹം ഇപ്പോൾ മാറിയ സമയത്താണ് ആ ഒഴിവിൽ BJP പിന്നീട് ആരെയും പരിഗണിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം, ആ ഒഴിവിലേക്ക് ഇതുവരെ ആരെയും പരിഗണിച്ചു. എത്രയോ നേതാക്കന്മാരുണ്ട് BJPക്കകത്ത്, ദേശീയ നേതാക്കന്മാർ എത്രയോ ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അത് പരിഗണിക്കാത്തത്? പ്രത്യേകിച്ച് ടൂറിസം പോലൊരു കാര്യത്തിന് മോദി സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ആ പ്രാധാന്യം നൽകുന്നതിൻ്റെ സമയത്ത് പോലും ഇതവിടെ ഒഴിച്ചിടുന്നു, അവിടത്തേക്ക് പത്മജയെ കൊണ്ടുവരുന്നു. പത്മജ അതിൻ്റെ സ്ഥാനത്തെത്തുമ്പോൾ പത്മജയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം അത് വെറും എന്താ പറയുക, നമ്മൾ റബ്ബർ സ്റ്റാമ്പ് സ്ഥാനമല്ല. മാത്രമല്ല KTDCയിൽ ഇരുന്ന് അവർക്ക് ആ ഒരു പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള സ്ഥാപനമല്ല. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും ഇടപെടാനും അവിടെ എല്ലാം ഫണ്ടുകൾ അനുവദിക്കാനും കേരളത്തിലെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ പോലുള്ള, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസം കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം എടുത്താൽ അതിൽ കേരളവും ഉണ്ട്. ടൂറിസം, മദ്യം, ലോട്ടറി, ഈ മൂന്നാണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരുപാട് ഫണ്ടുകൾ ഇവിടത്തേക്ക് വരാനും അതുവഴി അനവധി ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും ഒക്കെയുള്ള സാധ്യത പത്മജയുടെ വരവോടുകൂടി ഉണ്ടാകും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഒരു നല്ല വശം എടുത്ത് പരിശോധിച്ചാൽ പത്രത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJPയിലേക്ക് എത്തുന്ന ആളുകളെ BJP എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്നും അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കുമെന്നും ഇനി ആര് BJPയിലോട്ട് വന്നാലും അവർക്ക് ഒരു സങ്കടപ്പെട്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളതുമാണ് ഇവിടെ കാണുന്നത്. അതല്ല, കോൺഗ്രസിന്റെ കാലുവാരൽ രാഷ്ട്രീയമുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് കാലത്തെ, അതിന് ഒരുപാട് അതായത് മികച്ച നേതാക്കന്മാർ, എഫിഷ്യന്റ് ആയിട്ടുള്ള നേതാക്കന്മാർ അതിന് ഇരകളായിട്ടുണ്ട്. പല തെരഞ്ഞെടുപ്പിന്റെ വിശകലനങ്ങൾ കേൾക്കുമ്പോഴും കോൺഗ്രസിൽ തന്നെ കാലുവാരൽ ഉണ്ടായിട്ടുണ്ട്, അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചില വ്യക്തികൾ അവരുടെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രം വിജയിച്ചു വന്ന കേസുകൾ നിരവധിയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതീക്ഷയായി മാറുമായിരിക്കും അല്ലേ ഇത്? തീർച്ചയായിട്ടും. അത് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ്, കാലുവാരലിൽ ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കേണ്ടി വരും. കാരണം അത്രമേൽ കാലുമാറ്റത്തിൻ്റെ ആളുകളാണ് കോൺഗ്രസ് പാർട്ടിയിലുള്ളത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ആശയപരമായിട്ട് ദൃഢമാണെങ്കിലും സംഘടനാപരമായിട്ട് വലിയ പരാജയമാണ്. എന്നിട്ട് അതിനവർ പറയുന്ന ചാർത്തി കൊടുക്കുന്ന ഒരു പേരുണ്ട്, ജനാധിപത്യപരമായി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്. അതെ, പക്ഷെ ഒരു കാര്യമുണ്ട്, അമിതമായ അമൃതം വിഷം എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെയാണ് ഈ കോൺഗ്രസ് ജനാധിപത്യത്തെ എത്രമേൽ, അതായത് CPM ഒക്കെ ഒരു വാക്ക് പറയും, ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഉള്ളിൽ മാത്രം വിമർശിക്കുക, ആ ഉള്ള ജനാധിപത്യം അവർക്കുണ്ട്, തീരുമാനം ഞങ്ങൾ എടുക്കും, അതാണ് ഉൾപാർട്ടി ജനാധിപത്യം. പക്ഷെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അതല്ല. കോൺഗ്രസിൽ എല്ലാവർക്കും ജനാധിപത്യമാണ്, ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് നേതാവ് ഒന്ന് പറയും, ഇപ്പുറത്തെ നേതാവ് വേറൊന്ന് പറയും, മറ്റയാൾ വേറെന്ന് പറയും. ഇതാണ് ഇവിടുത്തെ പൊളിറ്റിക്സ്. ഇത് കാണുന്ന ജനങ്ങൾക്ക് ഭയങ്കര ആശയക്കുഴപ്പമായിരിക്കും. ഏത് നേതാവാണ്, ആരൊക്കെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ളത്, ആരാണ് നയിക്കേണ്ടത്, സ്വന്തമായിട്ടൊരു ഐഡിയോളജി വെച്ച് പറഞ്ഞു. ഒരു കാര്യം തോന്നേ, ഇപ്പൊ ഈ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇരിക്കുന്ന ഒരിടത്തിൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു 3-4 കൈകൾ പൊങ്ങും. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാന്ന് ചോദിച്ചാൽ ഒരു 4-5 കൈകൾ പൊങ്ങും. KPCC അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും 4-5 കൈകൾ പൊങ്ങും. കാരണം എല്ലാവരും ഉള്ളുകൊണ്ട് ഇതെല്ലാമാണ് സത്യം. കാരണം ഇപ്പം ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം കെ സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റിനെ, കെ സുധാകരൻ ഒരു മുഖമായിരുന്നു. എന്ത് തന്നെ പറഞ്ഞാലും KPCCയുടെ പ്രസിഡന്റ് കെ സുധാകരനാണ് എന്ന് പറയാൻ അദ്ദേഹം ആർജവമുള്ള, ആണത്തമുള്ള, ആണത്തം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ജെൻഡർ കാര്യത്തിന് പുറത്തല്ല, ധൈര്യത്തെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഏതെങ്കിലും പിണറായി വിജയൻ ഒന്ന് വെല്ലുവിളിച്ചാൽ അതിൻ്റെ 10 ഇരട്ടി വെല്ലുവിളിക്കാൻ ധൈര്യമുള്ള, ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഞങ്ങൾ അടിച്ചിരിക്കും എന്ന് പറയാൻ ധൈര്യമുള്ള, കേസ് വന്നിറങ്ങുമ്പോൾ അത്രയും കയ്യടികൾ കിട്ടുന്ന ഒരു നേതാവായിരുന്നു കെ സുധാകരൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ മാറ്റിയിട്ട് ഇപ്പം സണ്ണി ജോസഫിനെ വെച്ചു. സണ്ണി ജോസഫ് എന്ന് പറയുന്നത് വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്, കർഷകനാണ്, മലയോര കർഷകനാണ്, അദ്ദേഹത്തിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സണ്ണി ജോസഫിന് ഇപ്പോൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം വലിയ പരാജയം. 2 തെരഞ്ഞെടുപ്പുകളാണ് ഇനി നേരിടാൻ പോകുന്നത്. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുകയാണ്. നിലമ്പൂരെടുത്തു ചേച്ചി നോക്കൂ, നിലമ്പൂരിൽ മാധ്യമപ്രവർത്തകർക്ക് KPCC പ്രസിഡന്റിനോട് ഒന്നും ചോദിക്കാൻ തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പോലും എന്താണ് എന്നുള്ള നിലയിലേക്ക് മാധ്യമങ്ങൾ വിട്ടിട്ട് VD സതീശനിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അവർക്ക് വേറെ വഴിയില്ല. ഷാഫി പറമ്പിലും
അതുപോലെ തന്നെ പി സി വിഷ്ണുനാഥൊക്കെ നിന്നുകൊണ്ടാണ് അവിടെ നയിക്കുന്നത്. KPCC പ്രസിഡന്റിനെ ഒരു റബ്ബർ സ്റ്റാമ്പാക്കി വെച്ചതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്നത്. എന്താ, അദ്ദേഹം ഒരു ക്രിസ്ത്യൻ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ചത്. ഇതുകൊണ്ട് എന്താ പ്രയോജനം? ക്രിസ്ത്യൻ നേതാവായതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. കെ സുധാകരനെ മുൻനിർത്തി പോയിരുന്നെങ്കിൽ ഒരുപാട് ഗുണം അവർക്കുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ പത്മജയുടെ കാര്യമാണ്. പത്മജ വേണുഗോപാലിന് ഈ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ട് കോൺഗ്രസിലെ പല ആളുകളും അസ്വസ്ഥരാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ അങ്ങനെ അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് BJP ആണ്. BJP കൃത്യമായ കാര്യങ്ങൾ ഒരു മുഴം മുന്നേ എറിയുകയും കാലങ്ങൾ മുൻകൂട്ടി കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാലിന് കൃത്യമായ ഒരു സ്ഥാനം അവർ കൊടുക്കുകയും അതുവഴി കേരളത്തിൽ എങ്ങനെ നേട്ടമുണ്ടാക്കാമെന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും പത്മജ വേണുഗോപാലിന് ആ സ്ഥാനത്ത് വളരെ ശോഭിച്ച് തന്നെ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും. തീർച്ചയായിട്ടും.